ഹലോ സ്റ്റുഡൻസ്, ഇതുവരെ പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണോ അതോ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണോ ചെയ്തത് എന്ന് ഒന്ന് ആലോചിക്കാൻ സമയമായി. നമ്മൾ 3 വാക്കുകൾ ഇപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ട് സെറ്റിനെ സംബന്ധിച്ച്. അത് സെറ്റിലെ ആളുകളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. 3 ടേംസ് ഇതാണ്: ഫൈനൈറ്റ് സെറ്റ്, ഡിന്യൂമറബിൾ സെറ്റ് ആൻഡ് കൗണ്ടബിൾ സെറ്റ്. ഇത് തമ്മിലുള്ള ബന്ധം, ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിലേ നമ്മളുടെ പഠനം മുമ്പോട്ട് പോവുള്ളൂ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത് എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വാട്ട് ഡു യു മീൻ ബൈ എ ഫൈനൈറ്റ് സെറ്റ്? ഫൈനൈറ്റ് സെറ്റിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ അവിടെയുള്ള ആളുകളുടെ എണ്ണം എത്രയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇഫ് ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് വിത്ത് 10 elements, then there exists a bijection from n10 to first 10 natural numbers to the set S. എല്ലാ സെറ്റിനെയും ഞാൻ S എന്ന് ഡിനോട്ട് ചെയ്യുന്നു. If there exists a bijection from finite ആണെങ്കിൽ bijection is a function f from ഫൈനൈറ്റ് 10 ആകണം നിർബന്ധമില്ല, 1000 ആകാം ആളുകളുടെ എണ്ണം. അതുകൊണ്ട് നമ്മൾ nn എന്ന് ഡിനോട്ട് ചെയ്യുന്നു. nn to s. S is said to be finite with n elements if there exists a bijection f from nn to s. എസിൽ 100 ആളുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ എസിലുള്ള ആൾക്കാരെ നമുക്ക് നമ്പർ ഇട്ട് വിളിക്കാം, അത്രേ ഉള്ളൂ. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, എക്സെട്ര 100th എലമെന്റ്. അപ്പോൾ ആദ്യത്തെ 100 നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് ആവശ്യം വരിക. അത് 100 ആണോ എന്നറിയില്ല. S is said to have n elements and it is finite with n elements if there exists a bijection f from nn to s. This is a case of finite set. Now, what is denumerable? ഈ വാക്കുകൾ ചിലത് തമ്മിൽ സാമ്യമുണ്ട്, ചിലത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണ് അതിന്റെ ഡിഫറൻസും അത് തമ്മിൽ എന്താണ് റിലേഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സെറ്റ് ഡിന്യൂമറബിൾ ആണ് എന്ന് പറയുന്നതും ഒരു ബൈജക്ഷന്റെ ടേംസിലാണ്. If there exists a bijection, സെറ്റിനെ S എന്ന് വിളിച്ചാൽ there exists a bijection f from f from. അപ്പോൾ ഡിന്യൂമറബിൾ എന്ന് പറയാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ടു S. ഇവിടെ ആളുകളുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്തി നമുക്ക് തീർക്കാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഒരു നമ്പർ അസോസിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ്, അങ്ങനെ 1000 ആയിട്ട് തീർന്നില്ല, 10000 ആയിട്ട് തീർന്നില്ല, ലക്ഷക്കണക്കിനായിട്ടും തീർന്നില്ല. പക്ഷെ ഓരോരുത്തരുടെയും പൊസിഷൻ നമുക്ക് പറയാൻ പറ്റും. അവരിടത്തും തീർന്നു പോകുകയില്ല എന്ന് ഷുവറാണ്. ബട്ട് വി ക്യാൻ assign the numbers corresponding to the natural numbers 1, 2, 3 etc. We can determine the position of the elements. നമ്മൾ എക്സാമ്പിൾസ് കണ്ടു. The number of integers less than or equal to 10 into positive integers 1, 2, 3 up to 10 less than or equal to 10. That is a finite set with 10 elements. Then the collection of all even integers ന്റെ കളക്ഷൻ 2, 4, 6 etc. ആദ്യത്തത് 2 ആണ്, രണ്ടാമത്തത് 4 ആണ്, മൂന്നാമത്തത് 6 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ആരുടെ വേണേലും എത്രാമത്തെയാണ് എന്ന് പൊസിഷൻ പറയാൻ പറ്റും, പക്ഷെ ഇതൊരിക്കലും തീരുന്നില്ല. ദാറ്റ് കൈൻഡ് ഓഫ് സെറ്റ്സ് ആർ കോൾഡ് ഡിന്യൂമറബിൾ. ഫൈനൈറ്റ് സെറ്റുകൾ ഡിന്യൂമറബിൾ ആകണം, ഡിന്യൂമറബിൾ അല്ല. ഡിന്യൂമറബിൾ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നിൽ നിന്ന് മുഴുവനും കറസ്പോണ്ടൻസ് തീർന്നു പോകരുത്, അങ്ങനെയുള്ളതിനെയാണ് ഡിന്യൂമറബിൾ എന്ന് പറയുന്നത്. ഡിന്യൂമറബിൾ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് അല്ല, എണ്ണി തീർക്കാൻ പറ്റിയതാണ് ഫൈനൈറ്റ്. എണ്ണാൻ പറ്റും, എണ്ണി തീരെയല്ലാത്തതാണ് ഡിന്യൂമറബിൾ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ മുമ്പേ നിങ്ങൾക്ക് പരിചയമുള്ള ഐഡിയയാണ് കൗണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ കൗണ്ടബിൾ എന്നുള്ള ടൈം പരിചയം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എണ്ണി തീർക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എണ്ണി ഇൻഫിനിറ്റ് ആയിട്ട് എണ്ണിക്കൊണ്ടിരിക്കാവുന്നതായിരിക്കാം. ഇത് രണ്ടും കൂടി ഉൾപ്പെട്ട ടേമാണ് കൗണ്ടബിൾ സെറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിന്യൂമറബിൾ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് അല്ല, ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിന്യൂമറബിൾ അല്ല. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എയ്തർ ഫൈനൈറ്റ് ഓർ ഡിന്യൂമറബിൾ. ഒരു സെറ്റ് കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ പറയുന്നത് എണ്ണാം എന്നേ പറയുന്നുള്ളൂ. ചിലപ്പോൾ എണ്ണി തീർക്കാം, ഇറ്റ് മേ ബി ഫൈനൈറ്റ് ഇൻ ദാറ്റ് കേസ്. ചിലപ്പോൾ എണ്ണാൻ പറ്റും, എണ്ണി തീർക്കാൻ പറ്റില്ല, ദെൻ ഇറ്റ് മേ ബി
ഡിന്യൂമറബിൾ. അപ്പോൾ ഫൈനൈറ്റോ ഡിന്യൂമറബിളോ എന്ന് നമുക്ക് തിരിച്ചറിയത്തില്ല, അതിൽ ഏതെങ്കിലും ആകുന്നതാണ് കൗണ്ടബിൾ. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണി തീർത്തു, ഡിന്യൂമറബിൾ എന്ന് പറഞ്ഞാൽ പൊസിഷൻ പറയാൻ എണ്ണാൻ പറ്റും, പക്ഷെ തീരെയല്ല, എണ്ണിക്കൊണ്ടിരിക്കാം, തീരെയല്ല, പക്ഷെ എണ്ണാൻ പറ്റും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ കൗണ്ടബിൾ സെറ്റ് മീൻസ് എയ്തർ ഫൈനൈറ്റ് ഓർ ഡിന്യൂമറബിൾ. അപ്പോൾ അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമുക്ക് ബൈജക്ഷൻ ഒക്കെ പറയാം. കൗണ്ടബിൾ സെറ്റ് ഡിന്യൂമറബിൾ ആണെങ്കിൽ n to s ബൈജക്ഷൻ ഉണ്ട്. കൗണ്ടബിൾ സെറ്റ് ഡിന്യൂമറബിൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് ആണ്, അപ്പോൾ n to s ബൈജക്ഷൻ ഉണ്ട്. n is always a subset of n. n is also a subset of n. Then countable means there exists a bijection from a subset of n. Bijection from a subset of n to subset of n. വേണമെങ്കിൽ അത് n ൽ നിന്നാകാം, to the set s. s is countable if there exists a, അങ്ങനെ വേണേൽ നമുക്ക് ഡെഫിനിഷൻ പറയാം. If there exists a bijection from subset or equal to n. n ൽ നിന്നോ n ന്റെ ഒരു സബ്സെറ്റിൽ നിന്നോ, n ൽ നിന്ന് തന്നെയാണോ നമ്മൾ നിർബന്ധം പിടിച്ചിട്ടില്ല, ചിലപ്പോൾ n ന്റെ സബ്സെറ്റിൽ നിന്നാകാം, n ന്റെ സബ്സെറ്റ് വേണമെങ്കിൽ n ഉം ആകാം. If there exists a bijection from a subset of n to s, then the set is said to be countable എന്ന് നമുക്ക് പറയാം. അപ്പോൾ കൗണ്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിനൊരു ഇക്വലന്റ് കണ്ടീഷനിലേക്കാണ് നമ്മൾ വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ കൗണ്ടബിൾ എന്നുള്ളത് ഒരു തിയറത്തിൽ അപ്ലൈ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. തിയറം 6ലാണ്, തിയറം 6ൽ അപ്ലൈ ചെയ്തിരുന്നു. അത് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ നോട്ട്സ് ആണ് ഈ കാണുന്നത്. ജി റെസ്ട്രിക്റ്റഡ് ടു ടി ഫ്രം ടി ടു എൻ പറഞ്ഞു. ജി ഓഫ് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ്, മിസ്റ്റേക്ക് വന്നതിൽ സോറി. അപ്പോൾ ജി റെസ്ട്രിക്റ്റഡ് ടു ടി ഈസ് എ ബൈജക്ഷൻ ഫ്രം ടി ടു എൻ എന്ന് പറഞ്ഞായിരുന്നു. ജി ഓഫ് ടിയിലേക്കേ ഫംഗ്ഷൻ ഉള്ളൂ. ജി ഓഫ് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. അപ്പോൾ ഇവിടെ എന്നിലേക്ക് ആണെങ്കിൽ ബൈജക്ഷൻ പറയത്തില്ല. ഈസ് എ ഫംഗ്ഷൻ ഫ്രം ടി ടു എൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ബൈജക്ഷൻ. ബൈജക്ഷൻ ആക്കി പറയണമെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ കേസാണ്, അത് എന്നിൻ്റെ ആ സബ്സെറ്റ്, ഇത് കൗണ്ടബിൾ ഫൈനൈറ്റോ നോട്ട് ഫൈനൈറ്റോ ആകുന്ന കേസ്, കൗണ്ടബിൾ കേസ് ആയിരുന്നു. അപ്പോൾ എന്നിലേക്ക് അത് ബൈജക്ഷൻ ആകത്തില്ല, എന്നിലേക്ക് ഒരു ഫംഗ്ഷനേ ആകത്തുള്ളൂ. അവിടെ നമുക്ക് അത്രയൊന്നും ആവശ്യമില്ലായിരുന്നു, ഞാൻ ആവശ്യമില്ലാത്തൊരു കാര്യം കയറി പറഞ്ഞതാണ്. ജി ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജി ടി എന്നിനകത്താണ്, n കൗണ്ടബിൾ ആയതുകൊണ്ട് കൗണ്ടബിൾ സെറ്റിന്റെ സബ്സെറ്റ് കൗണ്ടബിൾ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ജി ടി കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഇവിടെ ബൈജക്ഷന്റെ കാര്യം പറയേണ്ടതില്ലായിരുന്നു. നിങ്ങളുടെ നോട്ടിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല, ഞാൻ തന്ന എക്സ്പ്ലനേഷനിൽ ഇവിടെ ഒരു ബൈജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈജക്ഷൻ ആണെങ്കിൽ 1 1 ഓൺ ആണ്, അപ്പൊ എന്നിലെ എല്ലാവരും ഇമേജ് ആവണം. എന്നിലെ എല്ലാവരും ഇമേജ് ആയിട്ടില്ല. ജി ടി ഇസ് എ സബ്സെറ്റ് ഓഫ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ചിലപ്പോൾ ആകാം എന്നേ ഉള്ളൂ. അപ്പോൾ ദിസ് വിൽ ബി എ ബൈജക്ഷൻ ഫ്രം ടി ടു ജി ഓഫ് ടി എന്ന് പറയാൻ പറ്റും. അത് തിരിച്ചു പറയുമ്പോഴും നമ്മൾ അതിന്റെ ഇൻവേഴ്സിനെ എടുത്ത് പറഞ്ഞായിരുന്നു. തിരിച്ചു പറയുമ്പോഴും എന്നിൽ നിന്നില്ല, ജി ഓഫ് ടിയിൽ നിന്ന് ടിയിലേക്ക്. ജി ഓഫ് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. സബ്സെറ്റ് ഓഫ് എന്നിൽ നിന്ന് ടിയിലേക്കൊരു ബൈജക്ഷൻ കിട്ടും. അപ്പോൾ അത് ഒന്ന് കറക്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ നോട്ട്സ് തന്നിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്, അതുകൊണ്ട് കറക്റ്റ് ചെയ്യാനൊന്നുമില്ല, അതൊന്ന് ഓർമ്മയിൽ വെച്ചോളുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത തിയറം ചെയ്യാൻ പോകുന്നത്. ആ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ഡിന്യൂമറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ആ തിയറം ഇപ്പോൾ പ്രൂവ് ചെയ്യുന്നത്. ആ റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ഡിന്യൂമറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത പ്രൂഫുമായിട്ട് സാമ്യമുണ്ട്. ഓർഡേർഡ് പെയർസിന്റെ കളക്ഷൻ, n ക്രോസ് എന്നിലെ ഓർഡേർഡ് പെയർസിന്റെ കളക്ഷൻ, അത് ഡിന്യൂമറബിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തതായിട്ട് സിമിലർ ആണ് പ്രൂഫ്. പക്ഷെ അതിൽ റേഷണൽ നമ്പേഴ്സ് വരുമ്പം 1/2ഉം 2/4ഉം ഒക്കെ സെയിം ആണ് എന്ന് നിങ്ങൾക്കറിയാം. ഓർഡേർഡ് പെയർസ് ആയിരുന്നപ്പോൾ അത് സെയിം അല്ല. അപ്പോൾ അത്തരം ഒരു വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത തിയറം ചെയ്യുന്നത്. അപ്പം അതിനുശേഷം വേണം നമുക്ക് റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ഡിന്യൂമറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ. നൗ അവർ തിയറം 7, ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇക്വലന്റ്. കൗണ്ടബിൾ സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇക്വലന്റ് മീൻസ് ഇതെല്ലാം സെയിം ആണ്. First statement is that S is a countable set. Second statement, there exists a bijection of n onto S. There exists a surjection of n onto S. Third one, there exists an injection of n onto S അല്ല S onto n. സർജക്ഷൻ പറയുന്നത് n ൽ നിന്ന് S ലേക്ക്, ഇൻജെക്ഷൻ പറയുന്നത് S ൽ നിന്ന് n ലേക്ക്. These statements A, B, C are equivalent. Proof method, statements equivalent ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നറിയില്ല. തിയറം പ്രൂഫ് ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്ന ഈ 3rd ഇയർ ക്ലാസ്സിലാണ്